Hi friends, Assalamu alaikum. Welcome back to Home Cook Malabar. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സമൂസേൻ്റെ റെസിപ്പിയുമായിട്ടാണ് സ്വീറ്റ് കോൺ സമൂസ. സ്വീറ്റ് കോണിൻ്റെ ഒരു ഫില്ലിംഗ് വെച്ചിട്ടാണ് സമൂസ റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ സ്വീറ്റ് കോൺ സമൂസ റെഡിയാക്കി എടുക്കാമെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. സ്വീറ്റ് കോൺ സമൂസ റെഡിയാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ഞാൻ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായിട്ട് തന്നെ സോട്ടായി വരണം. സവാള പെട്ടെന്ന് തന്നെ സോട്ടായി വരാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഹോം കുക്ക് മലബാർ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഇപ്പോൾ സവാള ഏകദേശം സോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്വീറ്റ് കോൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള സ്വീറ്റ് കോൺ ആണ്. 1 കപ്പ് സ്വീറ്റ് കോൺ ഉണ്ട്. ഇത് ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുള്ളതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അവസാനമായി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്, വേവിച്ചിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അധികം കുക്കാവേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് ഫ്ലെയിമിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ്. നിങ്ങളെ കയ്യിൽ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാൻ അപ്പോൾ അതൊന്നും ഇടുന്നില്ല. ഞാൻ ഇതേപോലെ തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് സമൂസ ഷീറ്റിൽ സമൂസന്റെ ഷേപ്പിൽ ഫില്ല് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിത് സമൂസ ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടുള്ള ഓയിലിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അതിനായിട്ട് ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഒരു സമൂസ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതാ ഫസ്റ്റ് ബാച്ച് സമൂസ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ അടുത്ത ബാച്ച് സമൂസയും കൂടി നമുക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചായക്കൊപ്പൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സമോസേൻ്റെ റെസിപ്പിയാണല്ലോ ഇന്ന് ഞാൻ കാണിച്ചത്. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.